ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു അടിപൊളി മൂവിയാണ് അന്വേഷിപ്പൻ കണ്ടെത്തും. ഒരു കിടിലൻ മൂവിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു മോഡേൺ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി അല്ല, എൻറ്റയർലി ഒരു പക്ക വിന്റേജ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എൻറ്റയർ മൂവി തരുന്ന എക്സ്പീരിയൻസും ആ ഒരു വൈബൊക്കെ അടിപൊളിയാണ്. ആ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും പ്രസന്റേഷൻ ആയാലും എല്ലാം വളരെ അടിപൊളിയായിട്ട് എൻഗേജ് ചെയ്യിപ്പിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു പോലീസ് ടീം അവരുടെ കരിയർ തന്നെ വലിയ രീതിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ അവർ സോൾവ് ചെയ്യണമെന്നാണ് ഈ ഒരു മൂവി സംസാരിക്കുന്നത്. ഒരു പക്ക കൊമേഴ്ഷ്യൽ മൂവി അല്ല, അല്ലെങ്കിൽ ആ ഒരു കൊമേഴ്ഷ്യൽ മൂവിയിൽ കാണുന്ന രീതിയിലുള്ള എലമെന്റോ അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വന്നു പോകുന്ന കാര്യങ്ങളൊന്നും ഈ ഒരു മൂവിയിൽ എവിടെയും കാണാൻ സാധിക്കത്തില്ല. അതാണ് എനിക്ക് ഈ മൂവിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒന്ന് ഇതിന്റെ മേക്കിങ്ങും അല്ലെങ്കിൽ ഈ ഒരു എൻറ്റയർ മൂവിയുടെ എക്സിക്യൂഷനാണ്. അങ്ങനെ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരുപാട് കാലമായിട്ട് കണ്ടുവരുന്ന ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ഥിരം ടെംപ്ലേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ വരും, അതിന്റെ എൻഡിലോട്ട് പോകുമ്പോൾ ഒരു ക്രൈം ചെയ്ത ഒരാളുടെ ബാക്ക് സ്റ്റോറി, പിന്നെ അതിനെ കണക്ട് ചെയ്തുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഇടയ്ക്ക് ആ ഒരു ടെക്നോളജി സപ്പോർട്ടും അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്തുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ സ്റ്റോറിയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് പാരലി വേറൊരു സ്റ്റോറി, അല്ലെങ്കിൽ ആ മൂവിയിലെ ക്യാരക്ടേഴ്സിന്റെ ഫ്ലാഷ് ബാക്കോ അല്ലെങ്കിൽ കറന്റ് അവരുടെ സിറ്റുവേഷൻ ഒക്കെ കണക്ട് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എലമെന്റ് ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ കുറെ ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് ഒക്കെ വരുന്നത്. പക്ഷേ ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എലമെന്റോ അല്ലെങ്കിൽ നമ്മൾ റീസെന്റ് കണ്ടിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ മൂവിയിലുള്ള പോലത്തെ രീതിയിലുള്ള എക്സിക്യൂഷനോ പ്രസന്റേഷനോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഒരു പക്ക റോ ആയിട്ട് ഈ ഒരു മൂവിയുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 90s-ലാണ്. സോ ആ ഒരു 90s കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കേസും അതിന്റെ ഇൻവെസ്റ്റിഗേഷനും അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിലുള്ള ആ ഒരു കേസൊക്കെ സോൾവ് ചെയ്യുന്ന ടെക്നോളജി അങ്ങനെ ഒന്നും തന്നെ ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. കാരണം ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണോ ആ ഒരു ഇൻവെസ്റ്റിഗേഷനിലെ സിറ്റുവേഷനും അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സും അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്, അത് ടോട്ടലായിട്ട് ബ്ലാങ്ക് ആയിട്ട് വേറെ ഒരു മുന്നോട്ട് പോകാൻ വഴിയൊന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് പോലും ഒരു ചെറിയ ക്ലൂ പിടിച്ച് മുന്നോട്ട് പോകുകയും പിന്നെ അതിനെ കണക്ട് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പക്ക ഇൻവെസ്റ്റിഗേഷനിൽ എങ്ങനെയാണ് ഇവർ ആ ഒരു ചെറിയ ക്ലൂ കിട്ടിയാൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ എൻഡ് വരെ ആ ഒരു ക്രൈം ചെയ്ത ആളെ എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അതിലോട്ട് എങ്ങനെ കൊണ്ടുപോകും, അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും അടിപൊളിയായിട്ട് തന്നെ ഒരു മൂവിയിൽ സംസാരിക്കുന്നുണ്ട്. ആ ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണോ അതിന്റെ അടുത്ത് നടക്കുന്ന കാര്യങ്ങളും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ കണക്ട് ചെയ്ത് പോകുന്നത്. വേറെ ഒന്നും തന്നെ ഇല്ല. ഒരു കേസ് എന്താണോ അതിന്റെ ഡീറ്റെയിൽസ് എന്താണോ അത് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അല്ലാതെ ഒരു ട്രാക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്ത് വേറെ രീതിയിലുള്ള ഫ്ലാഷ് ബാക്കോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ മറ്റുള്ള ട്രാക്കോ അങ്ങനെ ഒന്നും തന്നെ കാണിക്കുന്നില്ല. ആ ഒരു സ്റ്റോറി എന്താണ്, അല്ലെങ്കിൽ ആ ഒരു കേസ് എന്താണ്, അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൂവിയിൽ സംസാരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ ഒരു മൂവി തരുന്നത്. കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു മേക്കിങ്ങോ എക്സിക്യൂഷനോ അല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു മൂവിയിലെ ഓരോ കാര്യങ്ങളും, ആ ഒരു മൂവിയുടെ മേക്കിംഗ് ആയിരിക്കാം, മൂവിയുടെ എക്സിക്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റോറി നരേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്റ്റൈൽ ആയിരിക്കാം, എല്ലാം നമുക്കൊരു ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനത്തെ ഒരു എലമെന്റ് കാണാത്തതുകൊണ്ട് തന്നെ ഒരു അടിപൊളിയായിട്ട് ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു മൂവി തരുന്നത്. പിന്നീട് മൂവിയുടെ മേക്കിങ്ങും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ മൂവിയുടെ മേക്കിംഗ് വാസ് അടിപൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 90s-ലാണ് ആ മൂവി നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു മൂവിയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു ജംഗ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാരുടെ കോസ്റ്റ്യൂം ആയിരിക്കാം, അല്ലെങ്കിൽ പണ്ടത്തെ ഈ ചില സ്ഥലങ്ങളൊക്കെ ജംഗ്ഷനിലുള്ള ചെറിയ ചെറിയ കടകൾ, അങ്ങനത്തെ ഒരു ആർട്ട് വർക്ക് ആയാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഈവൻ മേക്കപ്പ് ആയാൽ പോലും, അല്ലെങ്കിൽ ആ ഒരു മൂവിയിൽ ചെറുതായിട്ട് ഒരു വിത്തിൻ ഷോട്ടിൽ അങ്ങ് പോവും, അതായാൽ പോലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു മൂവിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് പെർഫോമൻസ് വൈസ് ഈ മൂവിൽ വന്നിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ടൊവിനോയുടെ കാര്യം പറയുകയാണെങ്കിൽ ടൊവിനോയുടെ പെർഫോമൻസും കിടിലമായിരുന്നു. ഒരു വൺ മാൻ ഷോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ലീഡറായിട്ട് നിന്ന് മുന്നോട്ട് ആ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നിന്ന് ഗൈഡ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ക വൺ മാൻ ഷോ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞ് മറ്റുള്ള ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു ടീമിൽ കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് നിന്ന്, അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ സ്പേസ് കുറച്ചും കൂടി നിന്നത് ടൊവിനോയ്ക്കാണ്. ആൻഡ് ടൊവിനോയുടെ കരിയർ നോക്കുവാണെങ്കിൽ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ. ഞാൻ ഒന്നും കൂടി എടുത്തു പറയാം, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ടൈപ്പ് ഓഫ് ആ ഒരു ടെംപ്ലേറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻ മൂവി അല്ല, ഒരു പക്ക വിന്റേജ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാലമായിട്ട് നമ്മൾ കാണാത്ത രീതിയിലുള്ള മേക്കിംഗിൽ എക്സിക്യൂഷനാണ് ഈ ഒരു മൂവി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഫീലും വൈബൊക്കെ തരുന്ന ഒരു മൂവിയാണ്. ഒരു ഭയങ്കര ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ് ആ മൂവി കണ്ടു കഴിയുമ്പോൾ. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഓൾറെഡി മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.